സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ അപൂർവങ്ങളിൽ അപൂർവം. എഴുതിയത് അഡ്വക്കേറ്റ് എ. നസീറ. നീതിയുടെയും അനീതിയുടെയും ചുമടുമേന്തി പീഠത്തിൻ്റെ കിഴക്കേത്തട്ടിലെ ഇരിപ്പിടങ്ങളിലൊന്നിൽ പതിവ് പോലെ ഞാൻ കാത്തിരുന്നു. പണ്ടെങ്ങോ കണ്ടുമറന്ന പുസ്തകത്താളിലെ ബ്രിട്ടീഷ് പ്രഭുവിനെ ഓർമ്മിപ്പിക്കുന്ന മുഖസാദൃശ്യമുള്ള ബഹുമാന്യനായ ന്യായാധിപന്റെ കണ്ണുകളിൽ അസാധാരണമായ തിളക്കം. അപൂർവമായതെന്തെന്ന് കാതോർത്ത് ഇരിപ്പിടങ്ങൾ നിറയുന്നതും ജാലകവാതിലിൽ കാവൽ നിൽക്കാറുള്ള വെളിച്ചം ഓച്ചാനിച്ച് വഴിമാറി തൽസ്ഥാനത്ത് ശിപായിമാരുടെ ശിരസുകൾ പൂക്കൂടയിൽ നിന്ന് എത്തിനോക്കുന്ന വിടർന്ന പൂക്കളെപ്പോലെ തള്ളി നിൽക്കുന്നതും പലപ്പോഴുമുള്ള കാഴ്ചയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ വിധിദിനങ്ങൾ അവരെ സംബന്ധിച്ച് ആകാംക്ഷാഭരിതമായിരിക്കും. ഒരു വാക്കിൻ്റെ തോളത്ത് കയറിയിരുന്നുള്ള അതേ വാക്കിൻ്റെ ആനകളി ഓർത്തപ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നി. നീതിപീഠത്തെ ബഹുമാനിക്കണമല്ലോ. പല്ല് കടിച്ച് ചിരി അമർത്തി. ആ ചിരി എൻ്റെ ആമാശയത്തിലേക്ക് കടന്നു. കൊലപാതകം, ബലാത്സംഗം, സ്ത്രീപീഡനം എല്ലാം സർവ്വസാധാരണം. അപൂർവമായി അവയിലൊന്നും ഒന്നുമില്ല. പിന്നെ ഇവയിലൊക്കെ അപൂർവതയുടെ തലക്കെട്ട് പതിയണമെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമയിലെ പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടണം. അല്ലെങ്കിലുണ്ടല്ലോ തെളിവിൻ്റെ അഭാവം, തെളിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, മൊഴിയുടെ പൊരുത്തക്കേടുകൾ, ഇവയെല്ലാം വിധിയെ സർവ്വസാധാരണമാക്കിയിട്ട് വാതിൽ തുറന്ന് കാറ്റിലങ്ങനെ പറന്ന് സ്വതന്ത്ര വിഹായസിൽ തത്തിക്കളിക്കും. ഹോ ഹൊയ് ഹോ ഹൊയ്. നിശബ്ദമായ ആ വേളയിൽ ന്യായാലയത്തിൻ്റെ ബലവത്തായ കവാടത്തിൽ നിന്നുള്ള ആരവം കേട്ട് സർവരും അങ്ങോട്ട് നോക്കി. പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മേലാളരിൽ കീഴാളരുടെ അശുദ്ധി തീണ്ടാതിരിക്കാൻ പല്ലക്ക് വാഹകർ ഇത്തരത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഹൈടെക് ലോകത്ത് എവിടെ നിന്നാണ് ഈ കൽപ്പന? ഞാൻ വിസ്മയിച്ചു. പെണ്ണിൻ്റെ ചാരിത്ര്യം കളങ്കപ്പെടാതെ കാക്കുന്ന പോലെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന എൻ്റെ സാംസ്കാരിക രാഷ്ട്രത്തിന് എന്തിനാണ് ഈ ശബ്ദം? അതും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഈ വിശാലമായ നീതിയുടെ കവാടത്തിൽ. ഹോ ഹൊയ് ഹോ ഹൊയ്. ആ ശബ്ദം കൂടുതൽ കനം വെച്ച് ന്യായാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഒരേ വർണ്ണത്തിൽ കുപ്പായമണിഞ്ഞ 4 പേരുടെ അകമ്പടിയാൽ കൈയുകൾ ചങ്ങലയാൽ ബന്ധനസ്ഥയായൊരു മനുഷ്യജീവി. ഇടത്തും വലത്തും മുന്നിലും പിന്നിലും പാറാവ് നിൽക്കാൻ മാത്രം ഇവർ ശക്തയാണോ? അസ്ഥിപഞ്ജരം പോലുള്ള ഈ അടിമ ചെയ്ത കുറ്റം എന്താണ്? എന്നിലെ ചോദ്യങ്ങൾക്കൊപ്പം ഉത്കണ്ഠയും വർദ്ധിച്ചു. ആരോപണത്താളുകളിലെ വാചകങ്ങൾക്കായി കാതോർത്ത് ചോദ്യഭാവേന ഗുമസ്തന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ചുളിവു വീണ കവിളുകളെങ്കിലും ആ സ്ത്രീയുടെ കണ്ണുകളിൽ സ്ഫുരിച്ചു നിന്നതെന്തോ ഒരു വെല്ലുവിളിയായി തോന്നി. നെറ്റിയിൽ തെളിഞ്ഞു നിന്ന തിലകം എല്ലാവരെയും ആകർഷിക്കും വിധമായിരുന്നു. കനത്ത അഴികളാൽ നിർമ്മിതമായ പ്രതിക്കൂട്ടിലേക്ക് അവരെ തള്ളിവിടുമ്പോൾ ചിലർ വസ്ത്രങ്ങൾ ഒതുക്കിപ്പിടിച്ച് അശുദ്ധമായ ഏതോ വസ്തുവിനെ മറികടക്കും പോലെ മുഖം തിരിച്ച് മാറി നിൽക്കുകയും അവരുടെ നാവുകളിൽ നിന്ന് അശ്രീകരം എന്ന വാക്ക് പുച്ഛത്തോടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ഇവൾ ഞങ്ങളുടെ നിയമസംഹിതകൾക്കെതിരായി ശബ്ദിച്ചു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നു. വസ്ത്രം ഒതുക്കിപ്പിടിച്ച് മാറി നിന്നവരിലൊരുവൻ സാക്ഷിഭാഗത്ത് കൂടി നിന്നവർക്കിടയിൽ നിന്ന് ഉറക്കെ പറഞ്ഞു. ആരോപണം കേട്ട് ഞാൻ ഉറക്കെ ചിരിച്ചു. ന്യായാലയത്തിൽ കൂടി നിന്ന ചിലർ എന്നെ നോക്കി അടക്കം പറഞ്ഞു. നീതിപീഠത്തിലെ ബഹുമാന്യൻ എന്നെ ശാസിച്ചു. വാദിയെ പ്രതിയാക്കുന്നതും പ്രതിയെ വാദിയാക്കുന്നതുമായ ചെപ്പടി വിദ്യയെക്കുറിച്ചോർത്ത് ഞാൻ ആരോപണ വിധേയയായ ആ വനിതയെ സൂക്ഷിച്ചു നോക്കി. മുമ്പെങ്ങോ പതിഞ്ഞുകിടന്ന അതേ രൂപം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പിലെ ഇരയുടെ അതേ രൂപം. ഒരിക്കൽ ഞാൻ അവരെ തേടി പോകുകയായിരുന്നു. എൻ്റെ ഈ മഹാരാജ്യത്തിലെ ആ വലിയ മരുഭൂമിയിൽ ഉച്ചവെയിലിൻ്റെ ഉഗ്രതാപം നെഞ്ചിൽ പടർന്നപ്പോഴും അങ്ങകലെ കുന്നിൻ ചെരുവിലെ മാർബിൾ ശിലകളിൽ പ്രതിജ്വലിക്കുന്ന വെള്ളി വെളിച്ചത്തെ നോക്കി സ്വപ്നം കണ്ടിരുന്ന റാബ്രി ദേവിയെ തേടി മാർബിൾ കുന്നുകൾ താണ്ടി ആ ഗ്രാമത്തിലേക്ക് നടന്നു. കാലിൽ കനത്ത തളയണിഞ്ഞ സ്ത്രീകൾക്കും തലപ്പാവ് ധരിച്ച പുരുഷന്മാർക്കും അവർ അപരിചിതയായിരുന്നു. എന്നാൽ മേലാളന്മാരുടെ നാവുകളിൽ നിന്ന് തെറിച്ചു വീണത് അവർക്കെതിരെയുള്ള പ്രാകലുകളായിരുന്നു.
ഞങ്ങളുടെ സമുദായത്തിലെ, അതും ഉന്നത കുലത്തിലെ പെൺകുഞ്ഞിന്റെ മംഗലം തടയാൻ കീഴാള സ്ത്രീക്ക് എന്തവകാശം? അവളെ തിരക്കി വരാൻ നീയാര്? മേലാളവർഗം എന്നോട് തട്ടിക്കയറി. ദളിതയുടെ വെറും വിഭ്രാന്തിക്ക് തക്കതായ ലേപനം ഞങ്ങൾ പുരട്ടിക്കൊടുത്തിട്ടുണ്ട്. നീയും സൂക്ഷിച്ചോ. അവറ്റകൾ ഭീഷണിയാൽ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ആ സ്ത്രീയുടെ വെറും ജൽപ്പനങ്ങൾ സാമാന്യ ബോധത്തിന് നിരക്കുന്നതാണോ അവൾ പറയുന്നത്? 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ വിവാഹം നടത്തുന്നത് അവരുടെ, ആ ഉന്നത കുലജാതരുടെ ആചാരവും അവകാശവുമാണ്. നിയമപാലകർ അവറ്റകളുടെ വാലാട്ടികളായി എന്നെ ബോധ്യപ്പെടുത്താൻ ആത്മാർത്ഥത കാട്ടി. കനത്ത ചട്ടയിൽ ഒളിപ്പിച്ച ദണ്ട് പുറത്തെടുത്ത് പാറാവുകാർ പ്രതിക്കൂട്ടിലെ സ്ത്രീയുടെ നടുവിന് ചെറുതായി മർദ്ദിച്ചു. അല്പം കൂടി കുനിഞ്ഞു നിൽക്ക്, ഒരുവൻ അവളോട് ആക്രോശിച്ചു. ഞാൻ എൻ്റെ കീശയിൽ കൈയിട്ട് അവകാശങ്ങളുടെ പുസ്തകം തിരഞ്ഞു. എൻ്റെ ഇടതുവശം ചാരി ഉറക്കം തൂങ്ങി വീഴാൻ പോയവൻ്റെ കയ്യിൽ നിന്നും നിലത്തു വീണ പുസ്തകം കുനിഞ്ഞെടുത്ത് പുറന്താളിൽ കണ്ണോടിച്ചു. ഞാൻ തിരഞ്ഞത് തന്നെയായിരുന്നു അത്. കോട്ടുവായിട്ടുകൊണ്ട് പുസ്തകത്തിൻ്റെ ഉടമ എൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് അയാളുടെ കീശയിൽ തിരുകി. ഇവൾ വേദനിയമങ്ങളെ അധിക്ഷേപിക്കുന്നു. സാക്ഷിഭാഗത്ത് കൂടി നിന്നവരിൽ നിന്നുള്ള ആരോപണം കേട്ട് ചങ്ങലയണിഞ്ഞ സ്ത്രീയെ ഞാൻ നോക്കി. അവർ എന്നെയും നോക്കി. മുമ്പെങ്ങോ കണ്ട അതേ നോട്ടം. ഒരു വൈകുന്നേരത്ത് റാബ്രി ദേവിയുടെ കൂരയിലെത്തുമ്പോൾ ആദ്യം സംശയത്തോടെ പകച്ചു നോക്കിയെങ്കിലും മരുഭൂമിയിലെ വെയിലത്ത് നടന്നു തളർന്നവന് കള്ളിച്ചെടിക്കിടയിലെങ്കിലും കിട്ടുന്ന അല്പം തണലിൻ്റെ ആശ്വാസമായിരുന്നു അവരിൽ ഞാൻ കണ്ടത്. അവർ കൊടിയ പീഡനങ്ങൾ മാത്രമുള്ള ഭാണ്ഡക്കെട്ട് തുറന്നു കാട്ടിയത് ഇന്നുമുള്ളിൽ മായാതെ കിടക്കുന്നു. കൃഷിയിടത്തിലെ ചെടികളിൽ തങ്ങി നിന്ന ജലകണങ്ങൾ 1000 സൂര്യന്മാരെ തീർത്ത ഒരു സന്ധ്യയിൽ കടുകുവയലുകൾക്ക് മീതെ കൊറ്റികൾ പറന്നതും ബാജ്ര പാടങ്ങൾക്കപ്പുറം സൂര്യൻ ചെരിഞ്ഞു പതിച്ചതുമായ ആ വർണ്ണസന്ധിയിൽ 5 പേരടങ്ങിയ സംഘം അവരുടെ പ്രിയപ്പെട്ടവനെ അവശനാക്കി. തൊട്ടുകൂടായ്മയിൽ വിശ്വസിച്ചിരുന്ന ആ നീചന്മാർ അവർ പൂർത്തിയാക്കാതെ വിതുമ്പിയപ്പോൾ കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ബാജ്രാപാടങ്ങൾ ഒടിഞ്ഞു വീണ് കടുകുവയലുകൾ ചതഞ്ഞമർന്ന ആ ദിനത്തിൽ ദേഹമാസകലം ചെളിപുരണ്ട് നീറിപ്പുകയുമ്പോഴും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നു. ഞാനപ്പോഴും എൻ്റെ നാഥൻ്റെ തലപ്പാവ് തിരയുകയായിരുന്നു സോദരി. റാബ്രി ദേവിയുടെ അഭയം എപ്പോഴും അവളുടെ പുരുഷനായിരുന്നെന്ന് പറയുമ്പോൾ ആ കണ്ണുകൾ സന്തോഷത്താൽ ഈറനണിഞ്ഞിരുന്നു. ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങളുണ്ടാക്കിയ ഭരണഘടനയെ ഇവൾ തള്ളിപ്പറഞ്ഞു. സാക്ഷിഭാഗത്തുള്ള കടുത്ത ആരോപണം കേട്ട് ചങ്ങല ബന്ധിച്ച സ്ത്രീരൂപത്തെ ന്യായാലയത്തിൽ കൂടി നിന്നവർ ആശ്ചര്യത്തോടെ നോക്കി. എൻ്റെ ഈ ദേഹത്തിന് രാഷ്ട്രത്തിൻ്റെ മേൽവിലാസമുണ്ടെങ്കിൽ എൻ്റെ വാക്കുകളും സ്വതന്ത്രമാണ്. പ്രതിക്കൂട്ടിൽ നിന്നുള്ള വെല്ലുവിളി കേട്ടിട്ടാകാം ന്യായാധിപനിൽ വർണ്ണപ്പകർച്ച. ബഹുമാന്യൻ ഇരുമ്പ് ദണ്ട് ശക്തിയോടെ മേശമേൽ അടിച്ചതും നീതിപീഠത്തിനകത്തുനിന്ന് ഏതാനും പേർ ധൃതിയിൽ ചാടിയിറങ്ങി ആ സ്ത്രീക്ക് ചുറ്റും വലയം തീർത്തു. കാലുകളേക്കാൾ കനമുള്ള ബൂട്ട്സുകൾ പീഠത്തിനു ചുറ്റും ശബ്ദമുണ്ടാക്കി. അരോചകമായി തോന്നിയതിനാൽ ഞാൻ ചെവികൾ പൊത്തി. ന്യായാധിപൻ എന്നെ ക്രോധത്തോടെ വീക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കുഞ്ഞുനാളിൽ വേദപാഠശാലയിൽ സദാചാര നിയമങ്ങൾ ചൊല്ലിത്തന്ന പുരോഹിതാധ്യാപകന്റെ രൂപം ഞാൻ അപ്പോൾ അയാളിൽ കണ്ടു. പെട്ടെന്ന് ഞാൻ ആ പീഠത്തിലേക്ക് കയറി അയാളുടെ മുന്നിൽ നിരന്നിരുന്ന പുസ്തകങ്ങൾ മറിച്ചു നോക്കി. ആ ഭാഷ എനിക്ക് വശമല്ലാത്തതായിരുന്നു. ഇവളെ ബന്ധനസ്ഥയാക്കി തുറുങ്കിലടയ്ക്കൂ. ഞാൻ പേടിച്ചു താഴേക്കു ചാടി. കനത്ത ബൂട്ട്സ്ധാരികൾ അവരുടെ കനത്ത മേലങ്കികളിൽ നിന്ന് വലിച്ചെടുത്ത ചങ്ങലകൾ പ്രതിക്കൂട്ടിലേക്ക് വലിച്ചിഴച്ച് ആരോപണ വിധേയയായ ആ സ്ത്രീയുടെ ശരീരമാകെ ചുറ്റിവരിഞ്ഞു. ഹുഡിനോയുടെ മാന്ത്രിക ചങ്ങല പോലെ എനിക്ക് തോന്നി. ഇവളെ അകത്തേക്ക് കൊണ്ടുപോകൂ, ന്യായാധിപൻ ഉത്തരവിട്ടു. സാക്ഷിഭാഗത്തുള്ളവർ ആഹ്ലാദത്താൽ നൃത്തം വെച്ച് പെരുമ്പറ കൊട്ടി വിജയഭേരി മുഴക്കി. ജാലക കണ്ണുകൾ വിസ്മയത്തോടെ ന്യായാധിപനെ നോക്കി പറഞ്ഞു, അപൂർവങ്ങളിൽ അപൂർവം. ചങ്ങലയിൽ പൊതിഞ്ഞ സ്ത്രീരൂപത്തെ നീതിപീഠത്തിന്റെ വശത്തുള്ള ഇരുണ്ട അറയിലേക്ക് കൊണ്ടുപോയി. ഹുഡിനോയുടെ മാന്ത്രിക ശക്തി ആ രൂപത്തിൽ പ്രവേശിച്ച് ചങ്ങലകൾ സ്വതന്ത്രമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
ന്യായാധിപന്റെ സമയമണി ശബ്ദം വച്ചു. നീതി വിധിക്കുന്ന ആലയം വിജനമായി. എൻ്റെ അരികത്തിരുന്നവൻ്റേതെന്ന് തോന്നുന്ന ഒരു പുസ്തകം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു. ഞാൻ അതിൻ്റെ താളുകൾ മറിച്ചു നോക്കി. കുറുകെ വരയിട്ട ഏതാനും വരികൾ വികൃതമായിരിക്കുന്നു. നേരത്തെ ഞാൻ തിരഞ്ഞ പുസ്തകം തന്നെയായിരുന്നു അത്. ചങ്ങലയുടെ കിലുകിലുക്കവും ബൂട്ട്സിൻ്റെ ഒച്ചയും അകന്നകന്നു പോയി. സാക്ഷിഭാഗത്തു നിന്ന അവരഞ്ചു പേരും ന്യായാധിപന്റെ അറയുടെ വാതിലിലൂടെ ആനന്ദത്തിമർപ്പോടെ നടക്കുന്നുണ്ടായിരുന്നു. കനത്ത ചുമരുകൾക്കിടയിൽ കടവാവലുകൾ മയങ്ങിക്കിടന്നു. ഇടുങ്ങിയ ജാലകത്തിലൂടെ കഴുകന്മാർ വട്ടമിട്ട് പറന്നിറങ്ങിയപ്പോൾ നീതിപീഠത്തിൻ്റെ ചുമരുകൾ കുലുങ്ങി. അവയുടെ നീണ്ട കൊക്കിലുടക്കിയിരുന്ന പച്ചരക്തവും ആർത്തിയുടെ കുമിളകളും എന്നെ വിമ്മിട്ടപ്പെടുത്തി. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഞാൻ എങ്ങനെ ആ സ്ത്രീയെ മോചിപ്പിക്കുമെന്ന അങ്കലാപ്പോടെ കുറ്റബോധത്തോടെ പുറത്തേക്ക് കടന്നു. ന്യായാലയത്തിനു പുറത്തെ മൈതാനത്ത് ഒരു കൂട്ടം പേർ ആടിത്തിമർക്കുന്നു. ഞങ്ങളുടെ വർഗത്തോട് കളിച്ചാൽ ഇതാകും ശിക്ഷ, ആരോ വിളിച്ചു പറഞ്ഞു. തെരുവിലെ മൺതരികൾ പാദത്തെ സ്പർശിച്ചപ്പോൾ കൂരമ്പു പോലെ അനുഭവപ്പെട്ടു. വഴിവക്കിലെ ചില്ലകളിൽ നിന്നിളകി വീണ മഞ്ഞച്ച ഇലകൾ ദേഹത്ത് കല്ലുകൾ പോലെ വന്നു വീണു. വെയിലിൻ്റെ ചൂട് നരകാഗ്നി പോലെ വളഞ്ഞു. ആ മുറിവ് ഏറെ നാൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സ്ത്രീയുടെ മോചന വാർത്ത പിന്നീട് എപ്പോഴോ അറിഞ്ഞു. പതിവ് പോലെ കക്ഷികളുടെ ആവലാതിക്കെട്ടുമായി ഞാൻ കാത്തിരുന്നു. അപൂർവമായതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഓരോ മുഖവും ശ്രദ്ധിച്ചാൽ വ്യക്തമാകും. ഗുമസ്തൻ അക്കവും വർഷവും വിളിച്ചോതിയപ്പോൾ ശിപായി ഏറ്റുചൊല്ലി തുടർന്നു. ഒന്നാം സാക്ഷി ഹാജരുണ്ടോ? ഒന്നാം സാക്ഷി ഹാജരുണ്ടോ? ഹാജർ. അന്ന് ചങ്ങലയിൽ വലിച്ചിഴച്ച സ്ത്രീ. അവരെന്നെ റാബ്രി ദേവിയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. എൻ്റെ സോദരി, ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും അധിക്ഷേപിക്കപ്പെട്ട് ഞാൻ ഈ കുഗ്രാമത്തിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ കഴിയുമ്പോഴും ദിനരാത്രങ്ങൾ നിറയെ എൻ്റെ രാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അഭിമാനമായിരുന്നു. എൻ്റെ മാതാവിൻ്റെ നിർജീവമായ ജഡത്തിലേക്ക് നോക്കാൻ അനുവദിക്കാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പിഞ്ചു കുഞ്ഞുങ്ങളെ വധുവായി അണിയിച്ചൊരുക്കാൻ ഞാൻ കൂട്ടുനിൽക്കണോ? നമ്മുടെ നാടിന് ചേർന്നതാണോ? ഒടുവിൽ എൻ്റെയും എൻ്റെ പുരുഷൻ്റെയും ആകെ സമ്പാദ്യം ബന്ധുക്കൾക്ക് നൽകി ഞാൻ എൻ്റെ മാതാവിൻ്റെ ജഡം ദർശിച്ചു. എൻ്റെ സോദരി, നമ്മുടെ നാട് വീണ്ടും ഇരുട്ടിലേക്ക് വഴുതി വീഴുന്നു. അരികത്തിരുന്നവൻ എൻ്റെ കയ്യിൽ തട്ടി ചോദിച്ചു, എന്താ, ഉറങ്ങുകയാണോ? വിരലുകൾ നെറ്റിമേൽ വിടർത്തി കണ്ണുകൾക്ക് കുട തീർത്ത് നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന ആ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് സ്വയം ഒളിപ്പിക്കുകയായിരുന്നുവെന്ന സത്യം ഞാൻ മറച്ചുവെച്ചു. ഏയ്, വെറുതെ എന്തോ ഓർത്തിരുന്നു. വകുപ്പ് 376 നിർവൃതിയോടെ അയാൾ ഒന്നാം സാക്ഷിയെ നോക്കി എന്നോട് പറഞ്ഞു. ഒന്നാം സാക്ഷിയുടെ ഭർത്താവ് രണ്ടാം സാക്ഷി ഹാജരുണ്ടോ? രണ്ടാം സാക്ഷി ഹാജരുണ്ടോ? രണ്ടാം സാക്ഷി ഹാജരുണ്ടോ? ഭർത്താവ് സാക്ഷിക്കൂട്ടിൽ നിന്ന് നീതിപീഠത്തെ നോക്കി സത്യവാചകം ചൊല്ലി. ഇവൾക്കിപ്പോൾ തീരെ വൃത്തിയില്ല. രാത്രിയിൽ കിടക്കറയിൽ വിരിക്കുന്ന തുണി പോലും മലിനമായതാണ്. അയാളുടെ വാക്കുകൾ എന്നിൽ ഞെട്ടലുണ്ടാക്കി. സാക്ഷിക്കൂട്ടിൽ കയറി നിന്ന് ഇയാൾ കൂറുമാറുന്നു. എൻ്റെ പുരുഷൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ വിലപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്തെന്നോ സോദരി. റാബ്രി ദേവിയുടെ വാക്കുകൾ ഞാൻ ഓർമ്മിച്ചെടുത്തു. എനിക്കേറ്റ പ്രഹരത്തിനും നിനക്കേറ്റ പീഡനത്തിനും തമ്മിൽ എന്തു വ്യത്യാസം? നാം ഇരുവരും മേലാളന്മാരുടെ താണ്ഡവത്തിനിരയായത് സത്യമാണ്. ഞാൻ സ്ത്രീയല്ലേ, ഞാൻ സ്ത്രീയല്ലേ എന്നു പറഞ്ഞുള്ള എൻ്റെ മുന്നിലുള്ള ഈ വിലാപം നിർത്തൂ പ്രിയപ്പെട്ടവളെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോദരി. കേട്ടുകേൾവിയിൽ പത്നിയെ ഉപേക്ഷിച്ച രാജാവിനേക്കാളും ഉന്നതനാണ് റാബ്രി ദേവിയുടെ പുരുഷനെന്ന് എനിക്ക് തോന്നി. ഈ നിൽക്കുന്ന എൻ്റെ മേലാളന്മാർക്കെതിരെയുള്ള ആരോപണം വെറും കെട്ടുകഥയാണ്. സമനില തെറ്റിയ എൻ്റെ ഭാര്യയുടെ ജൽപ്പനങ്ങളായി ബഹുമാനപ്പെട്ട നീതിപീഠം കരുതണമെന്ന അപേക്ഷ. പ്രതിക്കൂട്ടിൽ നിന്ന് 5 പേരുടെയും മുഖം സന്തോഷത്താൽ തെളിഞ്ഞു. രണ്ടാം സാക്ഷിയുടെ ചുണ്ടുകൾ വിറയ്ക്കുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ന്യായാധിപന്റെ ഇരുമ്പുദണ്ട് വല്ലാതെ ഒച്ചവച്ചു. അപൂർവങ്ങളിൽ അപൂർവമായതെന്തോ ഉത്തരവിടാനുള്ള ശ്രമമാകാമെന്ന് കൂടി നിന്നവർ പിറുപിറുത്തു. പ്രതികളെന്ന് പറയുന്നവർ ഉന്നത കുലജാതരും കീഴാള വിഭാഗത്തിൽപ്പെട്ടവരെ നോക്കാൻ പോലും അവർ മടിക്കുമെന്നിരിക്കെ
ഈ നിൽക്കുന്ന സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന് പറയുന്നത് അസംഭവ്യവും ശുദ്ധ കള്ളവുമാണ്. സ്വന്തം ഭർത്താവിൻ്റെ കടമകൾ പോലും നിർവഹിക്കാത്ത ഇവളെ വീണ്ടും മതിയാകും വരെ അനുഭവിച്ചു കൊള്ളാൻ ഉത്തരവിടുന്നു. സാക്ഷിക്കൂട്ടിനടുത്തു നിന്ന ഒന്നാം സാക്ഷി പീഠത്തിലേക്ക് ചാടിക്കയറി. പുരോഹിത രൂപം പൂണ്ട ന്യായാധിപന്റെ കയ്യിൽ തിരുകിയിരുന്ന കടലാസുകൾ പറിച്ചെടുത്ത് ചീന്തുകളാക്കി പ്രതിക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ ഭർത്താവിൻ്റെ വിയർക്കുന്ന കരങ്ങളെ തുടയ്ക്കാതിരിക്കാൻ അവൾക്കായില്ല. വാതിലിലെ നാവുകളും എനിക്ക് ചുറ്റും നിന്നിരുന്നവരുടെ ചുണ്ടുകളും മന്ത്രിച്ചു. അപൂർവങ്ങളിൽ അത്യപൂർവം. മറ്റൊരു കഥയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.